അകത്തോട്ട് വന്നോട്ടെ സാർ. യെസ്, കം ഇൻ. നമസ്കാരം. ഞാൻ കുരുക്കളാണേ. ഇരിക്കൂ. ഞാനിവിടെ നിന്നോളാം. ഓ ശരി. അല്ല, സാറിന് നിർബന്ധമാണെങ്കിൽ ഞാനിവിടെ ഇരുന്നോളാം. അയ്യോ, ഈ പേന വെച്ചാണോ കമ്മീഷൻ അദ്ദേഹം എഴുതുന്നത്? ഇത് ലോക്കൽ അല്ലേ സാർ? ഇന്ത്യൻ, മെയ്ഡ് ഇൻ ഇന്ത്യൻ. ഇത് എന്റെ മകൻ അമേരിക്കയിൽ നിന്ന് കൊണ്ടുവന്നതാ. ഇന്ത്യൻ മണി 25,000 രൂപ വിലയാ. ബോഫേഴ്സ്. ഷിഫേഴ്സ്. ഇന്ത്യയിൽ അങ്ങനെയും പറയും. സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് എഴുതി തുടങ്ങിയാൽ പിന്നെ അടച്ചു വയ്ക്കാനേ തോന്നില്ല. ചെറുന്നൊരു പോക്ക. ഇത് വെച്ചൊരു കഥേനെ കവിതേനെ എഴുതിയാലുണ്ടല്ലോ, കലക്കും. അത് സാറിനിരിക്കട്ടെ, എന്റെ ഒരു സന്തോഷത്തിന്. പേന കൊള്ളാം, പക്ഷെ ഇത്രയും വില കൂടിയ പേന വെച്ച് എഴുതാനുള്ള കഥയൊന്നും ഇവിടെ ഇല്ല. ഇത് സാറിനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ വന്ന കാര്യം എന്താന്ന് വെച്ചാ പറയണം. അത് പറയാം. അതെ, ഈ പെട്ടിയുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. ഇതെന്റെ രണ്ടാമത്തെ മകൻ ലണ്ടനിൽ നിന്ന് കൊണ്ടുവന്നതാ. കൈകൊണ്ടുണ്ടാക്കിയതാ, ഹാൻഡിക്യാപ്ഡ്. ഇത് സാറിന് കാണിക്കായിട്ട് തരാനാണ് ഈ കുരുക്കൾ കഷ്ടപ്പെട്ടു വന്നത്. പെട്ടി കൊള്ളാം. എന്താ ഇതിനത്ര ഭാരം? അതും പറയാൻ മറന്നുപോയി. അതിനകത്തൊരു സാധനമുണ്ട്. അത് ഇന്ത്യനാ. സാറിന് എന്നും ഇന്ത്യനാണല്ലോ പ്രിയം. എന്താ? ഒരായുഷ്കാലം മുഴുവൻ സാറ് പണിയെടുത്താലും കിട്ടാത്തത്ര പണം. ഇന്ത്യൻ രൂപ. സാർ ഈ പെട്ടി അങ്ങോട്ട് എടുത്തിട്ട് എന്റെ മോനെ ഇങ്ങോട്ട് തന്നാട്ടെ. ഏത് മോൻ? എന്തോന്ന് കോളനിയാ? ചൈതന്യ. അവിടുന്ന് സാർ 3-4 പയ്യന്മാരെ കസ്റ്റഡിയിൽ എടുത്തില്ലേ? അതിൽ റാംബോ എന്റെ മോനാ. ഓഹോ, അവൻ നിങ്ങളുടെ മോനാണോ? അതെ. റാംബോയ്ക്ക് ഇതിലൊക്കെ സാറ് താല്പര്യം. പിള്ളേരല്ലേ, ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. കോൺസ്റ്റബിൾ. ഓ, ചായ ആണെങ്കിൽ എനിക്ക് വിത്തൗട്ട് മതിയേ. ഒരു മിനിറ്റ്, ഞാൻ എന്താ വരുന്നേ. ഓ, പാവം, നല്ല മനുഷ്യൻ. സാർ, അകത്ത് പെട്ടിയുമായിട്ടൊരു സാധനം ഇരിപ്പുണ്ട്, പറഞ്ഞു വിട്ടേക്ക്. സൽപ്പേരെ. എന്താ സാർ? ആ പെട്ടി താൻ മേടിച്ചേക്കരുത്. നോ സാർ. നമസ്കാരം സാർ. ഒന്ന് വരണം. അല്ല, അതൊക്കെ പിന്നെ പറയാം. സാറ് വരണം. ഓ, ഓഫീസിൽ വെച്ച് ഇതൊന്നും വാങ്ങില്ലല്ലോ. അതിനൊക്കെ പ്രത്യേക സ്ഥലം കാണുമല്ലേ? ശരി, വാ. ഞാൻ കുരുക്കൽ കേട്ടിട്ടില്ലേ? ധാരാളം കേട്ടിട്ടുണ്ട്. കതിരൂർ കുരുക്കൽ. തച്ചോളി ഉദയനുമായിട്ട് അംഗം വെട്ടിയ ചരിത്രവും വായിച്ചിട്ടുണ്ട്. അതാര്? ഒരു ഡ്യൂപ്ലിക്കേറ്റ് കുരുക്കൽ. വണ്ടിയിലോട്ട് കേറിയാട്ടെ. എടോ, ഇത് എന്റെ വണ്ടിയാ. അതല്ലേ കേറാൻ പറഞ്ഞത്. കേറിയാട്ടെ. ഈ പെട്ടി അങ്ങോട്ട് പിടിച്ചാട്ടെ. അല്ല, അപ്പൊ അത് കേറിയാട്ടെ. ഡ്രൈവർ, വണ്ടി എടുത്താട്ടെ. വണ്ടി റാസ്കൽ. നിനക്കെന്തോ ഒരുപാട് പറയാനുണ്ടെന്നല്ലേ പറഞ്ഞത്? പിന്നെന്താ ഒരു മൗനം? സഞ്ജീവനുമായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? എന്തുണ്ടെങ്കിലും തുറന്നു പറ മോളെ. കമ്മീഷൻ നിലക്ക് നിർത്താൻ വാക്കേറ്റോ കയ്യേറ്റോ എന്തിനു മംഗൾ തയ്യാറാണ്. സഞ്ജീവൻ IPS ജീവനോടുണ്ടോ ചേച്ചി? മനു, ഡോണ്ട് പ്ലേ ദ ഫൂൾ. ഇപ്പൊ തന്നെ മമ്മിയും ഡാഡി ഞാൻ കാണാൻ വന്നപ്പോ സഞ്ജീവനൊപ്പം വന്നില്ലല്ലോ. അവിടെ ട്യൂഷൻ, കുട്ടന്മാർക്ക് പരീക്ഷ. കുട്ടന്മാരോ? അവന്മാരാരാ? അവന്മാരല്ല, അവളുമാര്, സഹോദരിമാര്. ചെല്ലക്കുട്ട, മക്കളെ, മോനെ എന്തൊക്കെയാ വിളിക്കുന്നത്? എനിക്ക് ഒരു പെറ്റിനെയും പോലും ഇല്ല. അപ്പൊ എന്റെ മോക്ക് ആ വീട്ടിൽ ഒരു സ്ഥാനം ഇല്ലെന്നോ? അതെ അങ്കിൾ. ആഹാ, ഇത് കൈകാര്യം ചെയ്യണം. അവൻ അത്ര വലിയ കമ്മീഷനാണെന്ന് നോക്കണ്ട. ഞാൻ CM വിളിച്ച് പറയാൻ മോളെ. അല്ലെങ്കിൽ വേണ്ട, സഞ്ജീവനെ ഞാൻ നേരിട്ട് തന്നെ കണ്ടു കൊടുക്കാം. പെങ്ങന്മാരെ നിർത്തേണ്ട സ്ഥാനത്ത് തന്നെ നിർത്തണം. ആഹാ, അളിയനെന്ത് പറയുന്നു? കല്യാണം കഴിച്ചെന്ന് കരുതി സഞ്ജീവൻ എന്താ പെങ്ങന്മാരെ ഞാൻ കൊന്നുകളയണോ എന്ന് ഞാൻ പറഞ്ഞില്ല. കല്യാണം കഴിഞ്ഞാ പിന്നെ ഭാര്യക്കായിരിക്കണം 1-ാം സ്ഥാനം. അല്ലേ സൗദാമിനി? ഒന്നും ഉണ്ടായിരിക്കണോ? സഞ്ജീവന്റെ സഹോദരിമാര് അമ്മയില്ലാതെ വളരുന്ന കുഞ്ഞുങ്ങളാ. അവരെ അവൻ കൂടുതൽ ഫേവർ ചെയ്യുന്നെങ്കിൽ അതവന്റെ മനസ്സിന്റെ നന്മയാ. എന്താ തർക്കമുണ്ടോ അതെനിക്ക്? മോളെ, സഞ്ജീവൻ ഈസ് വെരി ഡിവോട്ടഡ് ആൻഡ് സിൻസിയർ ടു യു. പിന്നെ ഭാര്യയും കെട്ടിയൊരുക്കി ക്ലബിലും പാർട്ടിക്കും ഒന്നും പോകുന്നില്ലായിരിക്കും. അങ്ങനെ നടക്കുന്നവരുണ്ട്. അവരുടെ ജീവിതത്തിൽ താളപ്പഴകളും ഉണ്ട്. മോള് ജീവിതം പഠിച്ചു വരുന്നതല്ലേ ഉള്ളൂ. സഞ്ജീവന്റെ മഹത്വം എന്താണെന്ന് ഒരിക്കൽ എന്റെ മോൾ അറിയും. അല്ലേ ലക്ഷ്മി? മോൾ ഒന്നും ഓർത്ത് വിഷമിക്കരുത്. സഞ്ജീവിന്റെ പെങ്ങന്മാരൊക്കെ കല്യാണം കഴിഞ്ഞങ്ങ് പോവൂലേ. അതുവരെ അഡ്ജസ്റ്റ് ചെയ്ത് അവളുമാർക്ക് അടിമയായിട്ട് കഴിയണമെന്ന്. നടക്കില്ല മമ്മി. എന്റെ ശരീരത്ത് ഓടുന്നതേ DGP രാജശേഖരൻ നായരുടെ ബ്ലഡാ. ഉടനെ ഒരു ട്രാൻസ്പ്ലാന്റേഷൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അതെന്ത് കുന്തുവാ? അവളുമാരിന്ന് സഞ്ജീവനിയും പറിച്ചെടുത്തോണ്ട് ഞാനൊരു വരവിങ് വരും. പറിച്ചെടുത്തോ, വേരറ്റു പോകരുത്. ഹലോ. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സാർ. ഗുഡ് ആഫ്റ്റർനൂൺ. ആരാ?
ഞാൻ സാറിനെ ഡിസ്റ്റർബ് ചെയ്യുവാണോ? ആണല്ലോ, എനിക്ക് ജോലി തിരക്കുണ്ട്. ആരാ? കാര്യം പറയൂ. ഞാൻ സാറിന്റെ ഒരു വെൽവിഷറാ. എന്താ വെൽവിഷർ? പറയൂ. സാർ, വിവാഹം കഴിഞ്ഞ ആദ്യ നാളുകളിൽ ഭാര്യ സന്തോഷവതിയല്ലെങ്കിൽ എന്തായിരിക്കും കാരണം? അതവളുടെ കയ്യിലിരിപ്പ്. ഇതറിയാൻ പോലീസ് കമ്മീഷണർ വിളിക്കണമെന്നില്ല. മനഃശാസ്ത്രജ്ഞനോട് ചോദിക്കാന്നൊരു പങ്ക്തിയുണ്ട്, അങ്ങോട്ട് എഴുതി ചോദിച്ചാൽ മതി. ഞാൻ പറയുന്നത് സാറിന്റെ വൈഫിന്റെ കാര്യമാ. സാറിന്റെ വീട്ടില് ഗീത ഒരുപാട് ടോർച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. സഹോദരിമാരോടുള്ള അമിതമായ സ്നേഹം കാരണം ഭാര്യയെ സ്നേഹിക്കാൻ സാർ മറന്നു പോന്നു. അത് കഷ്ടമല്ലേ സാർ? അവളെ വിളിച്ചോണ്ട് DGPയുടെ വീട്ടിൽ പോയി ഗ്രാൻഡ് ലെവലിൽ ജീവിച്ചൂടെ സാർ? ഇല്ലെങ്കിൽ ആ കുട്ടി വല്ല അവിവേകം കാണിക്കും, പറഞ്ഞേക്കാം. ഒരു സോഫ്റ്റ് ഹാർട്ട് ആ കുട്ടിയുടേത്. പെട്ടെന്നൊരു തീരുമാനം എടുക്കണേ സാർ. ഹലോ. കേട്ട കൂട്ടന്മാരെ, ഇന്ന് ഓഫീസിൽ ഒരു ഫോൺ കോള് വന്നിരുന്നു. ഒരു വെൽവിഷറിന്റെ. ഏതോ ഒരു പെണ്ണാ, ഒരു ഭ്രാന്തി. കുട്ടാ, ഏട്ടത്തേക്ക് വെള്ളം കൂടെ. ചോറ് മണ്ടേ കയറിയ നാട്ടിൻപുറത്തൊരു ഫസ്റ്റ് എയ്ഡാ, ഉച്ചക്കടിക്കുക. ഓക്കെ ആയല്ലോ. അപ്പൊ വെൽവിഷർ ഒരു തരം ആണും പെണ്ണും കേട്ടോ ശിഖണ്ഡി ടൈപ്പ് ശബ്ദം. കുളമ്പറ കേസാ. ഒരുപാട് ഇംഗ്ലീഷ് ഒക്കെ പഠിച്ച് തലയെറിഞ്ഞായിരിക്കും. അതെങ്കിതു അവള് പറഞ്ഞു നീ ഒന്ന് കേൾക്കണമായിരുന്നു. ചെവിക്കല്ലിലിട്ട് പൊട്ടിക്കാൻ തോന്നും. ബ്ലഡി. ദേ വീണ്ടും ചുമക്കണോ? ഉച്ചക്കടിക്കണോ? വേണ്ട. അപ്പൊ അവള് പറഞ്ഞു കേക്കണ്ടേ? ഞാൻ നിങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് ഗീതുവിനെയും കൂട്ടി DGPയുടെ വീട്ടിൽ പോയി താമസിക്കണ അത്രേ. അല്ല, ഗീതു എന്നെ പറ, ഈ ജന്മ ഈ കുട്ടികളെ പിരിഞ്ഞൊരു നിമിഷം ജീവിക്കാൻ വേണ്ട, അങ്ങനെ ഒന്ന് ചിന്തിക്കാൻ പോലും നിനക്ക് കഴിയോ? മനസ്സിലായില്ലേ? അവളാടി ശബ്ദം മാറ്റി വിളിച്ചത്. ഏട്ടാ, ഞങ്ങളൊരു കാര്യം പറയട്ടെ. ഏട്ടൻ ഏട്ടത്തിയോടൊപ്പം അവരുടെ വീട്ടിൽ പോയി താമസിച്ചോ? ഞങ്ങളെ നോക്കാൻ അച്ഛനുണ്ടല്ലോ. ഏട്ടത്തിയുടെ മനസ്സിൽ ഏട്ടൻ മാത്രമേ ഉള്ളൂ. ഞങ്ങളെയൊക്കെ കാണുന്നത് തന്നെ ഏട്ടത്തിക്ക് കലിയാണ്. അതുകൊണ്ട് ഏട്ടൻ പൊയ്ക്കോ. ഏട്ടൻ പോവാം. രണ്ട് മിടുക്കം പയ്യന്മാരെ കണ്ടുപിടിച്ച് എന്റെ ഈ പാവം കുട്ടിയെയും ഈ വായാടി കുട്ടിയെയും അവരുടെ ഏൽപ്പിച്ചിട്ട് ഏട്ടൻ പോവാം. അതുവരെ നമ്മളെ പിരിക്കാൻ ഈശ്വരന് പോലും ആവില്ല. ഒന്നും വിഷമിക്കണ്ട. മക്കള് പോയി ആഹാരം കഴിച്ചിടുന്നു. ഉറങ്ങിക്കോ. ഒന്നും വിഷമിക്കണ്ട, മക്കൾ പോയി ആഹാരം കഴിച്ചു കിടന്നു.